എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് തന്റെ ലൈഫിൽ ഇപ്പോൾ ഭയങ്കര പ്രശ്നമായിരിക്കുന്നത് തന്റെ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ ഓർത്ത് ഭയങ്കര സങ്കടത്തിലിരിക്കുന്ന സിഫാനെയാണ്. അവൾ അങ്ങനെ വിഷമത്തില് അവിടെ ഇരുന്ന് ഒരു വലിയ പാത്രം നിറയെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളോട് കോൾഡ് ആയിട്ടുള്ള ഒന്നും കഴിക്കരുത്, അത് രാത്രി പ്രത്യേകിച്ച് ഉറക്കത്തെ ബാധിക്കുന്നൊക്കെ ഡോക്ടറായ ഹീ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾ ബോയ് ഫ്രണ്ട് ആയ ഞാൻ അവളോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡിന്റെ പേരിൽ ആകെ വിഷമത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ വിഷമമൊക്കെ ഒന്ന് മാറി കിട്ടാനായി ഐസ്ക്രീമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സത്യത്തിൽ ഞാൻ ഇതൊക്കെയാണ് കാണുക ഏതാണ്ടൊക്കെ. എനിക്ക് വിഷമം വരുമ്പോൾ കൂടുതലായിട്ട് ഫുഡ് കഴിക്കാൻ നോക്കും. ഫുഡ് കഴിക്കുമ്പോൾ ആ വിഷമം ഒന്ന് മാറി കിട്ടുന്ന കണക്ക് എന്റെ ആ ചിന്തകൾ ഡൈവേർട്ട് ആവുന്ന കണക്ക് എനിക്ക് തോന്നും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നാറുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ഇടാൻ മറക്കല്ലേ. എന്തായാലും അവളിങ്ങനെ ഐസ്ക്രീം കഴിക്കുമ്പോൾ ആ സമയം അങ്ങോട്ടേക്ക് ഹീ എത്തുന്നുണ്ട്. ഹീയും ഇതിനടുത്ത് തന്നെയാണ് താമസിക്കുന്നത്, ഞാൻ പറഞ്ഞിരുന്നല്ലോ. കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവൾ ഇങ്ങനെ രാത്രി വെളിയിലിരുന്ന് ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. അവൻ അടുത്തെത്തുമ്പോഴേക്കും അവൾ പെട്ടെന്ന് കണ്ണുനീരൊക്കെ തുടയ്ക്കുന്നുണ്ട്. ഈ തണുത്തതൊന്നും രാത്രി കഴിക്കില്ലെന്ന് പറഞ്ഞതല്ലേന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ ഒന്നും മിണ്ടുന്നില്ല. എന്താ ജോലി സ്ഥലത്ത് ഒരുപാട് പ്രഷർ ഉണ്ടോന്ന് അവൾ ഈ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണുന്ന അവൻ ചോദിക്കുന്ന ടീം ജോലി സ്ഥലത്ത് കുഴപ്പമൊന്നുമില്ല എന്ന് അവൾ പറയുമ്പോൾ അപ്പോൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും എന്ന് അവന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പ്രായത്തിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ ഇരുന്ന് കരയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അവൾക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന അവന് നൈസായിട്ട് ഇച്ചിരി സങ്കടമൊക്കെ ആവുന്നുണ്ട്. കാരണം അവളോട് ഒരു താല്പര്യം അവന് ആദ്യമായി കണ്ടപ്പോൾ മുതൽ തോന്നിയിട്ടുണ്ടായിരുന്നല്ലോ. എന്തായാലും അവൻ അതൊക്കെ മാറ്റിവെച്ച് ഒരു ഡോക്ടർ എന്ന രീതിയിൽ അവളോട് പറയുന്നുണ്ട്. അവനൊരു അക്യുപങ്ചർ ടെക്നിക്ക് അറിയാം, അതൊന്ന് കാട്ടിക്കൊടുക്കുന്നു. ഇതേ കണക്ക് ചെയ്താൽ ഇമോഷണൽ സ്ട്രെസ്സിൽ നിന്ന് ഒരു മാറ്റം ചെറുതായിട്ട് കിട്ടും. പക്ഷെ ഈ വിഷമം ഉണ്ടാക്കുന്ന കാര്യം അത് മനസ്സിൽ നിന്ന് മാറ്റാതെ ശാശ്വതമായ ഒരു പരിഹാരം കിട്ടില്ല. ഏതൊരു അസുഖത്തിനും നമ്മുടെ മനസ്സിന്റെ വിഷമവുമായി ബന്ധമുണ്ടെന്ന് പറയാം. മനസ്സിന് ഒരു വിഷമമില്ലാതെ നമ്മുടെ ഹൃദയം നല്ല സന്തോഷമായിട്ട് ഹാപ്പിയായി ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ അസുഖം പകുതി കുറഞ്ഞു എന്ന് പറയാം. അതുകൊണ്ട് ഹൃദയവേദനയ്ക്ക് ഹൃദയവേദന അകറ്റുന്ന മരുന്ന് തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് നോക്കി കണ്ടും ഡിസിഷൻ എടുക്കാനായി പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് ആ ഒരു ഡിസിഷൻ എടുക്കാനായി കഴിയുന്നില്ല. ഞാനിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് തോന്നുന്നെങ്കിലും എനിക്ക് അങ്ങനെ അത് കളയാൻ സാധിക്കുന്നില്ല എന്ന് അവൾ കാര്യങ്ങൾ വ്യക്തമാക്കാതെ പറയുമ്പോൾ ഇത് ബോയ് ഫ്രണ്ടിന്റെ കാര്യം തന്നെയാണെന്ന് മനസ്സിലാക്കുന്നവൻ അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നൈസായിട്ട് അവളെ ഒന്ന് ഉപദേശിച്ച ശേഷം രാത്രി പോയി കിടക്കുമ്പോൾ ഉറങ്ങാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ വീട്ടിൽ ആപ്പിൾ ഉണ്ടെങ്കിൽ ഒരു ആപ്പിൾ എടുത്ത് കിടക്കുന്നതിന്റെ അടുത്ത് വെക്കണം. ഈ ആപ്പിളിൽ നിന്ന് ഒരു മണം വരും. ആ മണം ഉറക്കം കിട്ടാനായി ഒരു പരിധി വരെ സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഗുഡ് നൈറ്റ് പറഞ്ഞ് അവർ രണ്ടുപേരും പോകുന്ന ടീം സിഫാന്റെ മനസ്സിൽ അപ്പോഴും യാനിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവൾ റൂമിൽ തിരിച്ചെത്തിയപാടെ യാനിന് മെസ്സേജ് അയക്കുന്നുണ്ട്. അവനോട് സംസാരിച്ച് ഇവരുടെ റിലേഷൻഷിപ്പിന്റെ കാര്യം നന്നായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും അങ്ങനെ അടുത്ത ദിവസം ജോലിക്കൊക്കെ പോയി ലഞ്ച് കഴിക്കാനായി ഇരിക്കുമ്പോഴും കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹീ പറഞ്ഞു കൊടുത്ത ആ ഒരു അക്യു പോയിന്റ് ഉണ്ടല്ലോ ഇങ്ങനെ പ്രസ് ചെയ്യുന്നത്, അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ മനസ്സിന്റെ വിഷമം ഒന്ന് കുറയട്ടെ എന്ന രീതിക്ക്. ഇത് കാണുന്ന അവളുടെ കൊളീഗ്സ് ഒക്കെ തന്നെ ഇതെന്തേ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇത് നമ്മുടെ മനസ്സിന്റെ വിഷമം കുറയ്ക്കാനായി സഹായിക്കുന്ന ഒരു ടെക്നിക്കാണെന്ന് പറഞ്ഞ് അവൾ അത് കാട്ടിക്കൊടുക്കുമ്പോൾ അവരൊക്കെ കൂടി അങ്ങനെ ചെയ്യുന്നു. അത് കാണുന്ന അവൾക്ക് തനിക്ക് മാത്രമല്ല ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരേ ഇല്ലാന്ന് തോന്നുന്നല്ലോ എന്ന ഒരു ചിന്തയാണ് വരുന്നത്. അങ്ങനെ പിന്നീട് ഡോക്ടർ ഹീയുടെ അടുത്ത് ഫോളോ അപ്പ് ചെക്കപ്പിന് വേണ്ടി സിഫാൻ പോകുന്നുണ്ട്. അവൾക്ക് ഇപ്പോഴും ഉറക്കം അത്രയ്ക്ക് അങ്ങ് ഓക്കെ ആയിട്ടില്ല. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആദ്യം ഹൃദയത്തിലുള്ള ബ്ലോക്ക് എടുത്ത് മാറ്റും, എന്നിട്ടല്ലേ ബാക്കി പ്രശ്നങ്ങൾ റെഡിയാക്കാൻ സാധിക്കും. ഞാൻ മറന്നുപോയെന്ന് അവളുടെ മനസ്സിലുള്ള വലിയ സങ്കടമാണ് അവളെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു രീതിക്ക് അവൻ പറയുന്നു. എന്തായാലും അന്ന് അവിടെ അവൾക്ക് ചെറിയൊരു അക്യുപങ്ചർ ട്രീറ്റ്മെന്റ് നൽകുന്നുണ്ട്. അതിനായി അവൾ അവിടെ ബെഡിൽ കിടത്തി കയ്യിലും കാലിലും ഒക്കെ ചെറിയ നീഡിൽസ് കുത്തുന്നുണ്ട്. സൂചി കണ്ടപാടെ അവൾ പേടിക്കുമ്പോൾ പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അവൻ അവളോട് നൈസായി സംസാരിച്ച് ആ സംസാരത്തിന്റെ ഇടയിൽ അവൾ പോലും അറിയാതെ ആ സൂചി കുത്തി കൊടുക്കുന്നു. അവൾ അറിഞ്ഞതേ ഇല്ല. അല്ലെങ്കിൽ കൈപ്പുണ്യമുള്ള ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ നമ്മളെ സൂചി കുത്തുമ്പോൾ അറിയത്ത് പോലും ഇല്ല. അങ്ങനെ എന്തായാലും അതിനുശേഷം അവളോട് ഒരു 15 മിനിറ്റ് കിടന്നുറങ്ങിക്കോളാനായി പറഞ്ഞ് അവൻ കർട്ടൻ ക്ലോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും അവനോട് ഇരുന്ന് സംസാരിച്ചിരുന്ന ഒരു ഗ്യാപ്പിന് അവൾ ഒരു കുഞ്ഞ് റാബിറ്റിനെ പേപ്പറും കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ആയിട്ട് അവനെ കണ്ടപ്പോൾ അവൾ ഒരു തവളക്കുട്ടിയാണ് ഉണ്ടാക്കിയത്. ഇപ്പൊ ഒരു റാബിറ്റിന് അത് അവൻ എടുത്തു വെക്കുന്നു. മുന്നേ തവളയും അവൻ എടുത്തു വെച്ചിരുന്നല്ലോ. അതിനുശേഷം 15 മിനിറ്റ് കഴിഞ്ഞ് അവൻ വന്ന് നോക്കുമ്പോഴേക്കും അവൾ നല്ല ഉറക്കാണ്. ഉണർത്താതെ ഉറങ്ങട്ടെ എന്ന് കരുതി ആ നീഡിലൊക്കെ പതിയെ എടുത്തു മാറ്റി അവൾ എണ്ണിക്കാനായി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 1-1.5 മണിക്കൂറിന് ശേഷമാണ് അവൾ ഉണർന്നു വരുന്നത്. അതിന്റെ ഇടയിൽ അവളുടെ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ ഒന്നും തന്റെ റൂമിൽ ഉണ്ടാവരുത്, വേറെ പേഷ്യൻസോ വേറെ ഡോക്ടേഴ്സോ വന്ന് സംസാരിക്കാതിരിക്കാനൊക്കെ അവൻ മാക്സിമം നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉറങ്ങി എണ്ണീറ്റ് വരുന്ന അവൾ കഴിഞ്ഞു എന്ന് അവനോട് ചോദിക്കുമ്പോഴേക്കും ആക്ച്വലി ഒരു 15 മിനിറ്റത്തെ ഉറക്കത്തിന്റെ ആവശ്യം ഈ ട്രീറ്റ്മെന്റിന് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ നിങ്ങൾ ഒരു 2 മണിക്കൂർ എന്തായാലും ഉറങ്ങിയിട്ടുണ്ടെന്ന് അവൻ പറയുമ്പോൾ അവൾ ആകെ അമ്പരന്ന് പോകുന്നു. കാരണം അവൾ വളരെ നാളുകളായി ഇത്രയും ദീർഘമായ ഒരു ഉറക്കം ഉറങ്ങിയിട്ട്, അത് രാത്രിയായാലും പകലായാലും അങ്ങനെ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ സിഫാന് ഒരു പൗച്ച് ഹീ നൽകുന്നുണ്ട്. അതിൽ കുറച്ച് ഹെർബ്സ് ഒക്കെ ഉണ്ട്, അത് സ്മെല്ല് ചെയ്യുന്ന കുറച്ച് പ്ലസന്റ് ഫീലിംഗ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവൻ അത് കൊടുക്കുന്നു. അവളാകട്ടെ അങ്ങനെ അവന്റെ അടുത്ത് നിന്ന് പോകുമ്പോഴേക്കും അവൻ അവളുടെ നമ്പർ വാങ്ങാനായി വീണ്ടും ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അതിനുള്ള ഒരു സാഹചര്യം ഒത്തുവരുന്നില്ല. അവൾ അങ്ങനെ പോകുന്നുണ്ട്. അവനാണെങ്കിൽ ഭയങ്കര നിരാശ, ഇവൾ എപ്പോൾ കണ്ടാലും ഒന്നും നമ്പർ കിട്ടുന്നില്ലല്ലോ എന്ന്. അവളാകട്ടെ വളരെ ഒരു ഹാപ്പി ഫീലിംഗോട് കൂടിയാണ് അന്ന് ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങുന്നത്. കുറച്ചു നേരം നല്ല മനസ്സമാധാനത്തിൽ ഉറങ്ങിയത് കൊണ്ട് തന്നെ അവൾക്ക് നല്ലൊരു സുഖം ഫീൽ ചെയ്യുന്നുണ്ട്. കൂടാതെ അവൻ കൊടുത്ത ആ ഒരു ഹെർബ്സും അവൾ ഇങ്ങനെ സ്മെല്ല് ചെയ്ത് വളരെ
ഹാപ്പി ആയി നടന്നു വരുന്നതാണ് നമ്മൾ കാണുന്നത്. അന്നങ്ങട്ടെ ജോലിക്കൊക്കെ ശേഷം ഹീയെ ഒരു കൊളീഗ് ആളുടെ കൂടെ ബ്ലൈൻഡ് ഡേറ്റിന് വരാനായി വിളിക്കുമ്പോൾ ഹീക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവന് അങ്ങനെ ഡേറ്റിങ്ങിന് പോകണം, ആരെങ്കിലും ആയിട്ട് അങ്ങനെ റിലേഷൻഷിപ്പിലാവണം എന്നൊരു പ്ലാനും ഇല്ല. അവനിപ്പോ സിഫാനോട് ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നത് അവളോട് തോന്നിയ താല്പര്യം കൊണ്ടാണ്. എന്തായാലും അങ്ങനെ പിന്നീട് നമ്മൾ സിഫാനെ കാണുമ്പോൾ അവളുടെ ജോലിക്കൊക്കെ നിൽക്കുന്ന ടീമാണ്. യാങ്ങിന്റെ മെസ്സേജ് അവൾക്ക് വരുന്നത്. പലതവണ മുന്നേ കണ്ടു പിരിഞ്ഞതിന് ശേഷം മെസ്സേജ് അയച്ചിട്ടും അവന്റെ ഭാഗത്തുനിന്ന് റിപ്ലൈ ഒന്നും വന്നില്ല. ഇപ്പൊ അവൻ അയച്ചിരിക്കുന്നത് നമുക്ക് ബ്രേക്കപ്പ് ആകാം എന്നതാണ്. സത്യത്തിൽ ആ ഒരു മെസ്സേജ് ഇടിമിന്നൽ അടിച്ച കണക്കൊരു ഫീലോട് കൂടിയാണ് അവൾ അത് കണ്ടു നിൽക്കുന്നത്. അവൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് അവനിങ്ങനെ പറഞ്ഞപ്പോൾ അത് അവൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാനേ കഴിയുന്നില്ല. അവൾ വേഗം തന്നെ അവനെ ഫോൺ വിളിക്കുന്നുണ്ട്, കാര്യങ്ങളൊന്ന് പറഞ്ഞ് സോർട്ട് ഔട്ട് ചെയ്യാം, ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാന്നൊക്കെ ഉള്ള രീതിക്ക് അവൾ ആ ഒരു എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിലും അവനായിട്ട് അവളുടെ കോൾസ് കണ്ടിട്ട് അത് റിപ്പീറ്റഡ് ആയി അവൻ റിജക്ട് ചെയ്തിട്ട് വിളിച്ചിട്ടും ഇഗ്നോർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകുന്നു. പക്ഷെ ഒരു കാര്യം, അവൻ ഇത്രയോളം അവളെ ഇഗ്നോർ ചെയ്തിട്ടും ബ്രേക്കപ്പ് ചെയ്യാമെന്ന് അവൾക്ക് അങ്ങോട്ട് ഒരു മുൻകൈ എടുത്ത് മെസ്സേജ് അയച്ചിട്ടും ഒക്കെ തന്നെ അവൻ ഇപ്പോഴും അവളുടെ നമ്പർ ഫോണിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നതാണ്. എന്തായാലും അവൾക്ക് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു ഇപ്പൊ അവന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചത്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഭയങ്കര സങ്കടത്തിലാണെങ്കിലും ജോലിയൊക്കെ ആ ഒരു നല്ല സ്പിരിറ്റോട് കൂടി ചെയ്തല്ലേ പറ്റൂ സിഫാൻ. അതുകൊണ്ട് തന്നെ അവൾ ജോലി സമയത്ത് മാക്സിമം യാന്റെ കാര്യം ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കാതിരിക്കാനായി ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് സങ്കടം വരുമ്പോൾ ഹീ കൊടുത്ത ആ ഒരു പൗച്ച് ഉണ്ടല്ലോ, ഹെർബ്സ് ഉള്ള, അതെടുത്ത് സ്മെല് ചെയ്ത് സങ്കടങ്ങൾ കുറയ്ക്കാനായി അവൾ നോക്കുന്നു, ശ്രദ്ധയൊന്നും അങ്ങനെയൊക്കെ തിരിക്കാനായി. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. അടുത്ത ആഴ്ച സിഫാൻ ഹീയുടെ അടുത്ത് ഫോളോ അപ്പ് ചെക്കപ്പിന് പോകേണ്ട സമയമാവുന്നുണ്ട്. പക്ഷെ അവൾക്ക് ജോലി തിരക്ക് അന്ന് അധികം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൾ ചെക്കപ്പിന് പോയില്ല. അന്ന് അവൾ വരാത്തതിനെ തുടർന്ന് ആകെ ടെൻഷൻ ആവുന്ന ഹീ അവളുടെ നമ്പർ എങ്ങനെയല്ലേ സംഘടിപ്പിക്കണം, ഒന്ന് വിളിച്ച് അന്വേഷിക്കണം എന്നൊരു രീതിക്ക് നേരെ റിസപ്ഷനിലേക്ക് പോയി എന്റെ ഒരു പേഷ്യന്റിന്റെ നമ്പർ വേണമെന്ന് പറയുമ്പോൾ പേഷ്യന്റിന്റെ നമ്പറോ, ഡോക്ടർ അങ്ങനെ മേടിക്കുന്ന ഒരാളല്ലല്ലോ എന്ന് മട്ടില് ആ റിസപ്ഷനിസ്റ്റ് ചോദിക്കുമ്പോൾ അത് പിന്നെ ഇത് കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ഒരു കാര്യം. ഈ വീക്ക് അവർ വന്നില്ല, സ്കിപ്പ് ചെയ്തു. അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, അവർ വന്ന് ആ ഒരു ചെക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയേ പറ്റൂ. അതിനെപ്പറ്റി ചോദിക്കാനാണെന്ന് പറയുമ്പോൾ എന്റെ ഡോക്ടറെ, ഈ യങ്സ്റ്റേഴ്സിനൊക്കെ ഇപ്പോൾ ട്രഡീഷണൽ മെഡിസിനിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല, അവർക്കൊക്കെ ഇംഗ്ലീഷ് മരുന്നുകളാണ് ഇഷ്ടം. അതുകൊണ്ട് ആ കുട്ടിയെ വിളിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും ഡോക്ടർ ചോദിച്ചുകൊണ്ട് നമ്പർ തരാമെന്ന് പറഞ്ഞ് അവരങ്ങനെ നമ്പർ കൊടുക്കുന്നു. അങ്ങനെ നമ്പർ കിട്ടുന്ന ഹിയാകട്ടെ വിളിക്കണോ വേണ്ടയോ എന്ന് ആകെ കൺഫ്യൂസ്ഡ് ആയി ഫോണിൽ നോക്കി നിൽക്കുകയാണ്. നമ്പർ കിട്ടുന്നത് വരെ നമ്പർ കിട്ടിയില്ലല്ലോ എന്നൊരു ടെൻഷനായിരുന്നു അവനെങ്കിൽ. ഇപ്പൊ കിട്ടിക്കഴിഞ്ഞപ്പോൾ വിളിക്കണോ, വിളിച്ച് അവളെന്ത് വിചാരിക്കും, ശരിയാവോ എന്നിങ്ങനെ ഒരു ടെൻഷൻ. അങ്ങനെ എന്തെങ്കിലും രണ്ടും കൽപ്പിച്ച് അവൻ വിളിക്കുമ്പോഴേക്കും എന്ത് ഇന്ന് ചെക്കപ്പിന് വരാൻ ഞാൻ ചോദിക്കുമ്പോൾ സോറി ഡോക്ടർ, എനിക്ക് കുറച്ച് തിരക്കായിരുന്നു, കുറെ വർക്ക് ഉള്ളതുകൊണ്ട് വരാൻ ഈ ഒരു സമയം കിട്ടില്ല എന്ന് അവൾ പറയുമ്പോൾ എന്തായാലും പ്രിസ്ക്രിപ്ഷൻ ഒക്കെ ഞാൻ വേണമെങ്കിൽ ഫോണിൽ അയച്ചു തരാം, ഇതാണോ വീചാറ്റ് നമ്പർ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. നമുക്കിങ്ങനെ വാട്സപ്പിൽ ആരുടെയും നമ്പർ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാലോ, പക്ഷെ അവരുടെ വീചാറ്റിൽ അങ്ങനെ ചുമ്മാ മെസ്സേജ് ഒന്നും അയക്കാൻ സാധിക്കില്ല. നമ്മൾ ഫേസ്ബുക്ക് ഒക്കെ ലോക്ക് ചെയ്തിട്ട് കഴിയുമ്പോൾ ആരെങ്കിലും നമുക്ക് ഫ്രണ്ട് അല്ലാത്ത ഒരാൾ മെസ്സേജ് അയക്കണമെങ്കിൽ തന്നെ ഫ്രണ്ട് റിക്വസ്റ്റ് ഒക്കെ ഇടണം എന്നിങ്ങനെയൊക്കെ ചില സെക്യൂരിറ്റി കാര്യങ്ങളുണ്ടല്ലോ. അതേ കണക്ക് തന്നെയാണ് വീചാറ്റിൽ. അവൻ ചുമ്മാ മെസ്സേജ് അയച്ചാൽ അത് അവൾക്ക് കാണാൻ പറ്റില്ല. അവൾ അവന്റെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ചു വേണം മുന്നോട്ട് പോകാനായി. അതുകൊണ്ട് തന്നെ പ്രിസ്ക്രിപ്ഷൻ അയക്കാനാ എന്ന രീതിക്ക് അവളെ തന്നെ വീചാറ്റിൽ ആഡ് ചെയ്യിപ്പിക്കാനായി അവനൊന്ന് നോക്കുന്നു. അങ്ങനെ അവള് അത് ഓക്കെ ആന്ന് പറഞ്ഞ പാടെ തന്നെ അവൻ വേഗം തന്നെ അവൾക്ക് ഇപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്, ഹെൽത്ത് എങ്ങനെയുണ്ടെന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച ശേഷം ശരി ഞാൻ വേഗം പ്രിസ്ക്രിപ്ഷൻ അയച്ചേക്കാം, അത് ഫോളോ ചെയ്യണം എന്ന് പ്രത്യേകം പറഞ്ഞാണ് കോൾ കട്ട് ചെയ്യുന്നത്. കോൾ കട്ട് ചെയ്ത ഉടനെ തന്നെ ഭയങ്കര ശുഷ്കാന്തിയിലിരുന്ന് അവൾക്ക് വീചാറ്റിൽ അയക്കാനുള്ള പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഒക്കെ നല്ല പക്കയായി റെഡിയാക്കി അയച്ചു വിടുന്നുണ്ട്. പിന്നെ ചില മെഡിസിൻ പ്രത്യേകമായി അതിൽ ഉണ്ടായിരുന്നു. ആ മെഡിസിൻ ഒക്കെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വാങ്ങണം. അവൾക്ക് നേരിട്ട് വരാൻ സമയമില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിട്ട് അത് വാങ്ങിച്ചാലും മതി എന്നൊക്കെ ഉള്ള കാര്യങ്ങളും അവൻ പ്രത്യേകം അയക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ ഹെൽത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ അവളേക്കാൾ കൺസേൺഡ് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ എന്തെങ്കിലും അവൾക്കുള്ള മരുന്ന് വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് വാങ്ങിക്കാം എന്ന രീതിക്ക് അവൻ ആദ്യം സംസാരിച്ചെങ്കിലും പിന്നീട് അവളുടെ അഡ്രസ്സ് കണ്ടുപിടിച്ച് വേഗം തന്നെ അവൾക്ക് കുറച്ച് പുതിയ മെഡിസിൻസും ഒപ്പം ചില ഉണക്കിയ പച്ചിലകളും അയച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇട്ട് ടീ കുടിക്കുന്നത് നല്ലതാണെന്ന് പ്രത്യേകം അവൾക്ക് മെസ്സേജും അയക്കുന്നു. കൂടാതെ അവനാട്ടെ ആ പച്ചിലകളിൽ ചിലതിട്ട് അവൻ ഒരു ടീ ഉണ്ടാക്കി അതിനെ പറ്റി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പോസ്റ്റ് ഒന്നും ചെയ്ത ഒരു ശീലമില്ലാത്തവൻ ഇത് ആദ്യമായി വീചാറ്റിൽ അതൊരു സ്റ്റോറി ആക്കുന്നുണ്ട്. പിന്നീട് ആ സ്റ്റോറി കാണുന്ന അവൾ ആ സ്റ്റോറിക്കൊക്കെ ഒരു ലൈക്ക് ഒക്കെ കൊടുക്കുമ്പോൾ അവൻ ഒരുപാട് ഹാപ്പി ആവുന്നു. പക്ഷെ അപ്പോഴും അവളെ ലൈക്ക് അടിച്ച സമയം ഏതാണ്ട് പാതിരാത്രി സമയമാണ്. അത് പിന്നീട് കാണുന്നവൻ ഈ പാതിരാത്രി ഇത് അവളെ ലൈക്ക് അടിച്ചു, അപ്പൊ ആ കുറക്കൊന്നും ശരിയായിട്ടില്ലല്ലോ എന്ന് ആ ഒരു കാര്യത്തിൽ അപ്സെറ്റ് ആവുന്നു. അപ്പോഴേക്കും ആ ഒരു പെൺകുട്ടിയുടെ വീചാറ്റ് ഐഡി ഒക്കെ കിട്ടി അവന്റെ റിലേഷൻഷിപ്പിൽ ചെറിയൊരു പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്ന മുത്തശ്ശൻ സത്യത്തിൽ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അവനൊരു റിലേഷൻഷിപ്പിൽ കമ്മിറ്റ് ആയൊക്കെ കാണാൻ മുത്തശ്ശന് ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ അവനോട് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ മുത്തശ്ശ അത് നടക്കുമെന്ന് തോന്നുന്നില്ല, അവൾക്ക് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, അതെനിക്ക് മനസ്സിലാവാൻ കഴിഞ്ഞെന്ന് അവൻ പറയുമ്പോഴേക്കും ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് കേൾക്കുമ്പോൾ അപ്പൊ പിന്നെ ഇത് വർക്ക്ഔട്ട് ആവാൻ സാധ്യതയില്ല, വെറുതെ ഇവൻ അവളുടെ കാര്യങ്ങൾ ചിന്തിച്ച് ഇവൻ ഒടുക്കം സങ്കടപ്പെടേണ്ട അവസ്ഥയിലേക്ക് പോകുമോ എന്ന് മുത്തശ്ശൻ ഇവന്റെ കാര്യത്തിൽ ഒരു പേടി ഉണ്ടാവുന്നു. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ മുന്നോട്ട് പോകെ യാനിൽ നിന്ന് ഒരു വിവരവും സിഫാനെ ലഭിക്കുന്നില്ല. അവൾക്ക് ഭയങ്കര സങ്കടാവുന്നുണ്ട്. ഈ ബ്രേക്കപ്പിന്റെ കാര്യം വീട്ടിൽ പറയണോ വേണ്ടിയോ എന്ന് കുറെ ഇപ്പൊ പറയണ്ട, എങ്ങനെ വീണ്ടും ഇതൊക്കെ ശരിയാക്കാനായി എന്തെങ്കിലും ഒരു സാഹചര്യം ഒത്തു വന്നാലോ എന്നുള്ള പ്രതീക്ഷയിൽ അവൾ തൽക്കാലം വീട്ടിൽ ഇതൊന്നും അറിയിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നു. ഇതേ ടീം നമ്മൾ ഹോസ്പിറ്റലിൽ കാണുമ്പോഴേക്കും അവിടെ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ തന്നെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലാണ് ഈ സമയം ചെലവഴിക്കുന്നത്.
കാരണം അവൻ അവിടുത്തെ കാര്യങ്ങളിൽ കൂടുതൽ പ്രവർത്തിക്കാനാണ് താല്പര്യവും തോന്നിയിട്ടുള്ളത്. അവന്റെ ഡിപ്പാർട്ട്മെന്റ് വേറെ ആണെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ തന്നെ അവിടെ പോയി വർക്ക് ചെയ്യാറുണ്ട്. ഇതേ ടീം ഹീയുടെ ഒരു ജൂനിയർ ഡോക്ടർ ഉണ്ടല്ലോ ലീ, ആ ഡോക്ടർക്ക് ഫാങ് എന്ന് പറഞ്ഞ അവരുടെ മറ്റൊരു ഡോക്ടറോട് ഒരു താല്പര്യമൊക്കെ ഉണ്ട്. ഈ ലീഡ് അണ്ടറിലാണ് ഫാങ് അവളുടെ തീസിസും കാര്യങ്ങളൊക്കെ കൂടുതൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇതേ സമയം ഫാങ്ങിനെ സംബന്ധിച്ച് അവൾക്ക് താല്പര്യം ഡോക്ടർ ഹിയോടാണ്. തീസിസിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനെന്ന് മറ്റുള്ള കൂടുതൽ ടീം അവനോട് പോയി സംസാരിക്കാനൊക്കെ അവൾ ശ്രമിക്കാറുണ്ട്. ഇതേ ടീം ചെക്കപ്പിനായി ഹിയെ കാണാനായി എത്തിയപ്പോ ഹിയെ ക്ലിനിക്കിൽ അവിടെയും സിഫാനെ കാണാനേ സാധിച്ചില്ല. അവളുടെ കയ്യിൽ അവന്റെ വീചാറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വേഗം മെസ്സേജ് അയക്കുന്നു. ആ ഒരു ടീം തന്റെ ഡിപ്പാർട്ട്മെന്റിലല്ല താൻ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞ് കാണാനായി ഗാർഡന്റെ അങ്ങോട്ടേക്ക് വരാനായി ഹി സിഫാനോട് ആവശ്യപ്പെടുന്നു. അതൊരു ഹെർബൽ ഗാർഡൻ ആണ്, ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിൽ തന്നെ ഉള്ളതാണ്. ഇവരുടെ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ ഫോളോ ചെയ്യുന്ന ഒരു ക്ലിനിക് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇതുപോലെ പലതും അവിടെ ഉണ്ട്. അങ്ങനെ അവിടെ വെച്ച് കണ്ട് സംസാരിക്കുന്ന ടീമാണ് അവൻ ഞാൻ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു എന്ന കാര്യം അവളോട് പറയുന്നത്. ആക്ച്വലി അവനൊരു ഓങ്കോളജിസ്റ്റ് ആണ്, അതായത് നമ്മുടെ ക്യാൻസർ പേഷ്യൻസിനൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. പക്ഷെ ഇവിടെ ചില കാര്യങ്ങൾ കൊണ്ട് ഡിപ്പാർട്ട്മെന്റ് മാറി വർക്ക് ചെയ്യുകയായിരുന്നു. വീണ്ടും ഓങ്കോളജിയിലേക്ക് തന്നെ മാറാനായി സാധ്യതയുണ്ടെന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഹി പറയുമ്പോൾ തന്റെ അപ്പോ ഡോക്ടറെ നിൽക്കുന്ന ഹിയെ മിസ് ചെയ്യേണ്ടി വരുമോ എന്ന് അവൾ ഒരു നിമിഷം ചിന്തിക്കുന്നു. എന്നാലും വീചാറ്റ് ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഡോക്ടറോട് കൺസൾട്ട് ചെയ്യാമല്ലോ എന്ന് അവൾക്ക് ഒരു സമാധാനം ഉണ്ടാവുന്നു. അങ്ങനെ അവളോട് ഇപ്പോൾ അവളുടെ പൾസ് ഒക്കെ പരിശോധിച്ച് ഇപ്പൊ അവൾക്ക് എന്താണ് തോന്നുന്നത് എന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ ബ്രേക്കപ്പ് അവൾക്ക് വല്ലാത്ത സ്ട്രെസ് നൽകുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ അവിടെ ഡിസ്കസ് ചെയ്യാനായി അവൾ താല്പര്യപ്പെടുന്നില്ല. മറിച്ച് ജോലിയിൽ കുറെ തിരക്കും കാര്യങ്ങളൊക്കെ ആണെന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് അതല്ല ഇഷ്യൂ എന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. മറ്റെന്തോ അവളെ സാരമായി അലട്ടുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും അവൾ അത് പറയാത്തത് കൊണ്ട് അങ്ങനെ അങ്ങ് ചോദിക്കാതെ ശരി ഞാൻ വേറെ ഒരു പുതിയ മരുന്ന് കുറിച്ച് തരാം, പിന്നെ ഡയറ്റ് ഒക്കെ ശ്രദ്ധിക്കണം, മനസ്സിനെപ്പോഴും സന്തോഷമാക്കി ഇരുത്താൻ നോക്കണമെന്നൊക്കെ അവൻ പ്രത്യേകം പറയുന്നു. അങ്ങനെ അവിടെ നിന്ന് പോകുന്നതിന് മുന്നേ അവൾ പ്രത്യേകമായി അവൻ അന്ന് അവിടെ പരിശോധന ഉണ്ടായിരുന്നില്ല, എന്നിട്ടും അവൾ ഇങ്ങനെ കാണാൻ വന്നത് അറിഞ്ഞപ്പോ അവൻ ഇവിടെ വെച്ച് അവളെ കണ്ട് കാര്യങ്ങളൊക്കെ പരിശോധിച്ച് മരുന്നൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തതിന് പ്രത്യേകമായി ഒരു നന്ദി അവൾ അറിയിക്കുമ്പോൾ അവൻ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. എന്തായാലും അടുത്ത സാറ്റർഡേ വരണം മറക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞാണ് അവൻ അവളെ വിടുന്നത്. അങ്ങനെ എന്തായാലും അടുത്ത ദിവസമായിട്ട് അവൾ രാത്രി സമയം ഹീ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഹെർബ്സ് ഒക്കെ വെച്ച് ഒരു ടീ ഉണ്ടാക്കി അതിന്റെ ഫോട്ടോ അവളുടെ വീചാറ്റില് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് കാണുന്നവൻ അവൾക്ക് അതിന് റിപ്ലൈ അയക്കുന്നു. അതും എന്ത് ഇത്ര രാത്രിയായിട്ടും ഉറങ്ങാത്തത് എന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് ആയിരുന്നു. അങ്ങനെ അതിന് അവൾ മറുപടി അയച്ച് പിന്നെ അവൻ തിരിച്ചയച്ച് അങ്ങോട്ടയച്ച് ഇങ്ങോട്ടയച്ച് നല്ല രീതിയിൽ അന്ന് അവർക്കിടയിൽ മെസ്സേജ് നടക്കുന്നുണ്ട്. അടുത്ത ദിവസം തന്റെ താമസ സ്ഥലത്തേക്ക് പോകുന്ന ഈ മഴ കാരണം കയ്യിൽ കൂടെ ഇല്ലാത്തതുകൊണ്ട് ബാഗ് ഒക്കെ ഇങ്ങനെ തലയിൽ വെച്ച് മഴയത്ത് പൊക്കോണ്ടിരിക്കുമ്പോഴേക്കും ഡോക്ടർ ഹീ എന്നൊരു വിളി. നോക്കുമ്പോൾ അവിടെ കുട പിടിച്ച് വളരെ മനോഹരമായ ഒരു ചിരിയോടുകൂടി കയ്യിൽ കുറെ ബ്യൂട്ടിഫുൾ ആയ ടൂലിപ്പ് പൂക്കളുമായി നടന്നു വരുന്ന സിഫാനെയാണ് കാണുന്നത്. ആ ഒരു കാഴ്ച അവന്റെ കണ്ണിന് ഭയങ്കര ഒരു സന്തോഷം കൊടുക്കുന്നുണ്ട്. കാരണം അത്ര മനോഹരമായിട്ടുണ്ടായിരുന്നു അവളെ വരുന്നത് കാണാനായി. പ്രത്യേകിച്ച് അവന് അവളോട് ഭയങ്കരമായ താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാവുന്നു. അങ്ങനെ അവൾ അവനുമായി കുട ഷെയർ ചെയ്ത് നടക്കുമ്പോൾ ഡോക്ടർ നല്ല ഹൈറ്റ് ആയതുകൊണ്ട് എനിക്ക് കുട പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഡോക്ടർ ഒന്ന് പിടിക്കുമെന്ന് ചോദിച്ചാൽ കുടയൊക്കെ പിടിക്കാനായി കൊടുക്കുന്നുണ്ട്. ഈ സമയം അവളുടെ കയ്യിലുള്ള പൂക്കളെ പറ്റി അവൻ ചോദിക്കുന്നു. ഈ പൂ ആര് തന്നതാ എന്ന് അവൻ ചോദിക്കുമ്പോൾ ആര് തരാൻ, ഞാൻ മേടിച്ചതാണെന്ന് അവൾ പറയുന്നു. അവനും ടൂലിപ്പ് പൂക്കൾ ഒരുപാട് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കുന്ന അവൾ കുറച്ച് പൂക്കൾ അവനുമായി ഷെയർ ചെയ്യാൻ നോക്കുന്നുണ്ട്. ആദ്യം ഒന്നും അടിക്കുന്നുണ്ടെങ്കിലും അവൾ നിർബന്ധിക്കുമ്പോൾ അവൻ പൂക്കളും വാങ്ങുന്നു. ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിക്ക് പൂവ് കൊടുത്താ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ എന്ന് അവൻ ചോദിക്കുമ്പോൾ എന്തർത്ഥം, ഡോക്ടർ എന്റെ ഡോക്ടർ അല്ലേ, ഞാൻ ഡോക്ടറിന്റെ പേഷ്യന്റ് അല്ലേ, അപ്പോൾ ഒരു പേഷ്യന്റ് ഡോക്ടർക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനുള്ള ഒരു നന്ദി എന്ന രീതിക്ക് പൂക്കൾ തന്നു, അത്രേ ഉള്ളൂ എന്ന് അവളും ചിരിച്ചുകൊണ്ട് പറയുന്നു. അങ്ങനെ അവർ ഹാപ്പിയായി കുറെ സംസാരിച്ചൊക്കെയാണ് നടന്നു പോകുന്നത്. ആ കുട സിഫാന്റേതാണെങ്കിലും ആദ്യം കുട പിടിച്ചുകൊണ്ട് അവളെ അവളുടെ താമസ സ്ഥലത്തെ ഡ്രോപ്പ് ചെയ്താണ് അവൻ ആ കുടയുമായി പോകുന്നത്. കാരണം അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ഇനിയിപ്പോ ക്ലിനിക്കിലേക്ക് പോകേണ്ടതുകൊണ്ട് ആ കുട കൈ വെച്ചേക്ക് അവൾക്ക് അത് വേണ്ടാന്ന്. അങ്ങനെ കുടയും പൂവൊക്കെയായി അവൻ അങ്ങനെ ക്ലിനിക്കിലേക്ക് പോകുന്നു. അവിടെ ആ ഒരു സമയത്ത് അവനകട്ടെ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല. സാധാരണ എപ്പോഴും ഹോസ്പിറ്റലിൽ മാസ്ക് വെച്ച് മാത്രമാണ് ഹീ നടക്കാറുള്ളത്. കൂടാതെ ഹീയുടെ ഒരു മാസ്ക് ഇല്ലാത്ത ഫോട്ടോ ഒന്നും ഹോസ്പിറ്റലിൽ ബാക്കി ഡോക്ടേഴ്സിന്റെ ഫോട്ടോയും പേരും ഒക്കെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നിടത്ത് വെച്ചിട്ടുമില്ല. ഇപ്പൊ ആദ്യമായി ഹീ അവിടെ മാസ്ക് ഇല്ലാതെ കാണുന്ന ഏതോ ഒരു പേഷ്യന്റ് ഹീയുടെ വീഡിയോ ക്ലിക്ക് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ റാൻഡമായി നടക്കാറുണ്ടല്ലോ, ആരുടെയും ഒക്കെ കാൻഡിഡ് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അവരെ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ആണെങ്കിൽ ആ ഒരു രീതിക്ക് അവർ പെട്ടെന്ന് വൈറലാവുന്നത്. ആ ഒരു രീതിയിൽ ഹീയുടെ ഈ ഒരു വീഡിയോയും ഭയങ്കര വൈറലാവുന്നു. വളരെ സുന്ദരനായ ഒരു യുവ ഡോക്ടർ എന്ന രീതിക്ക് ഭയങ്കര വൈറലാവുന്നുണ്ട്. ആ ഒരു വീഡിയോ സിഫാന്റെ അമ്മയും അച്ഛനും ഒക്കെ കാണുന്നുണ്ട്. നീ പോകുന്ന ആ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറാ, നീ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ, നല്ല സുന്ദരൻ തന്നെ എന്നൊക്കെ പറഞ്ഞ് അമ്മ സംസാരിക്കുമ്പോൾ ഓൾറെഡി ഹീ അറിയാമെങ്കിലും ഒന്നും അറിയാത്ത രീതിയിലായിരുന്നു അവിടെ അവൾ റെസ്പോണ്ട് ചെയ്യുന്നത്. അങ്ങനെ ഇവനാകെ വൈറൽ ആയതോടുകൂടി ഹോസ്പിറ്റലിൽ അവനെ കാണാനായി എത്തിയ പേഷ്യൻസിന്റെ എണ്ണം കൂടുന്നു. ആക്ച്വലി എത്തിയവരൊക്കെ തന്നെ പ്രായമുള്ളവരാണ്, അതായത് കല്യാണപ്രായമുള്ള പെൺമക്കളുള്ളവരാണ് കൂടുതലും ഒന്നും പറയാം. അവരുടെ മകൾക്ക് വേണ്ടി ഇവനുമായിട്ട് ഒരു ഡേറ്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചാൻസ് തന്നെ വേണ്ടി അവർ ഇതിനെ കൺസൾട്ട് ചെയ്യാനായി വന്നിരിക്കുകയാണ്. അത് പിന്നീട് ഹോസ്പിറ്റലിലേക്ക് ഹീയെ കാണാനായി പോകുമ്പോൾ അവിടെയുള്ള തിക്കും തിരക്കും കണ്ട് നമ്മുടെ സിഫാന്റെ തന്നെ കണ്ണു തള്ളി പോകുന്നുണ്ട്. അങ്ങനെ ഒരുവിധം ഹീയുടെ ക്ലിനിക്കിനകത്തേക്ക് ചെല്ലാനായി സിഫാനിന് സാധിക്കുന്നു. അന്നും അവൾക്ക് ചെറിയ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. മുന്നത്തെ കണക്ക് തന്നെ നീഡിൽ കുത്തി 15 മിനിറ്റ് ഉറങ്ങാനായി കിടത്തുന്നു. അവളാകട്ടെ അന്നും നന്നായി തന്നെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. എണ്ണീറ്റ് വരുന്നവൾ ഇപ്പൊ തന്നെ ട്രീറ്റ്മെന്റിൽ തനിക്ക് ഏറെക്കുറെ ഒരുപാട് ബെറ്റർ ആയി വരുന്നുണ്ട് എന്ന് അറിയാവുന്നതുകൊണ്ട് അതിനൊരു സമ്മാനം എന്ന രീതിക്ക് ഹീക്ക് ഒരു റിംഗ് കൊടുക്കുന്നു. റിംഗ് കണ്ടപാടെ ഹീ
ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. ഇവൾക്ക് ഇനി തന്നോട് വല്ല താല്പര്യം ഉണ്ടോന്ന് പറ്റില്ല. എന്നാ റിങ് ഇട്ട് പ്രപ്പോസ് ചെയ്തോന്ന് പറ്റില്ല. അവനിങ്ങനെ റിങ് വിരലിടാനായി നീട്ടി കൊടുക്കുമ്പോഴേക്കും അവൾ അങ്ങനെ വിരലൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. വിരലിലൊക്കെ റിങ് ഇട്ട് കൊടുത്ത് അത് വേറെ ലെവൽ അർത്ഥത്തിലേക്ക് പോകുമല്ലോ, പ്രപ്പോസ് ചെയ്തു എന്നൊക്കെ ഉള്ള രീതി. അതുകൊണ്ട് തന്നെ റിങ് കയ്യിൽ വെച്ച് കൊടുത്ത് അവൾ താങ്ക് യു ഡോക്ടർ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അവൾ ഇവനെ സത്യത്തെ ഒരു ഡോക്ടർ എന്ന രീതി മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ അവനാണ് ഇവളോട് തിരിച്ച് താല്പര്യമുള്ളത്. അതുകൊണ്ട് തന്നെ റിങ് അവൾ വിരലിൽ ഇട്ട് കൊടുത്തില്ലെങ്കിലും അവളുടെ ഗിഫ്റ്റായ ഒരു റിങ് കിട്ടിയല്ലോ എന്നുള്ള ഭയങ്കര സന്തോഷത്തില് അവൾ പോയ ശേഷം ആ റിങ്ങിലേക്ക് തന്നെ നോക്കിയിരുന്ന് ചിരിക്കുന്നവൻ അത് അവന്റെ വെഡിങ് റിംഗ് അണിയുന്ന അതേ വിരലിൽ ഇടുന്നുണ്ടായിരുന്നു. അവളെ അത്രയേറെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.